ശരി, ഇപ്പോൾ കാണുന്ന ദൃശ്യം കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിലെ മുഖ്യപ്രതിയെ കൊണ്ടുവരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ. മുഖ്യപ്രതിയാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കൊല്ലം സ്വദേശിയാണ്, 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അനുരാജ് എന്നാണ് പേര്. ഇയാൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചത് എന്നത് ഇന്നലെ തന്നെ പിടിയിലായ ആഷിഖും ഷാലിഖും പറഞ്ഞിരുന്നു. ഇയാൾക്ക് വേണ്ടിയാണ് പ്രധാനമായും കഞ്ചാവ് കൊണ്ടുവന്നത് എന്നത്. ഇയാൾ ഇതിൻ്റെ ഒരു വിപണന കേന്ദ്രം എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇയാളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇയാളെ എങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു? കൊച്ചിയിലേക്ക് എത്തിച്ചോ? അല്പസമയം മുമ്പാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അനുരാജിനെ എത്തിച്ചത്. നിലവിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അതായത് ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു കസ്റ്റഡി അറസ്റ്റ് എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം കടന്നു. അനുരാജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അനുരാജിൻ്റെ വിവരങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ പ്രതി, ഈ കേസിൻ്റെ ആസൂത്രകൻ അല്ലെങ്കിൽ ഈ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചതിലെ ആസൂത്രകൻ അനുരാജാണ്. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അനുരാജിനെ ഈ പരിസരത്ത് എറണാകുളത്ത് നിന്ന് തന്നെ പിടികൂടിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ കൊല്ലം സ്വദേശിയാണ്. അനുരാജാണ് ഈ ഹോളി ആഘോഷത്തിൻ്റെ മറവിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പണപ്പിരിവ് നടത്തിയത് എന്നുള്ളതാണ് അനുരാജിനെതിരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പരിശോധിച്ചിട്ടുണ്ട്. അനുരാജ് വഴി ഈ പണം ഷാലിക്കിലേക്ക് കൈമാറി. ഷാലിക്കിൽ നിന്ന് ആലുവ സ്വദേശിയായ ഇതര സംസ്ഥാനക്കാരിലേക്ക്, അവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിലേക്ക് പണം കൈമാറി. അയാളാണ് പിന്നീട് ഇവർക്ക് ഈ കഞ്ചാവ് കൊടുക്കുകയും ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തത്. ആദ്യം ഈ കഞ്ചാവ് എത്തിയത് അനുരാജ് താമസിക്കുന്ന ഈ ഹോസ്റ്റലിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലാണ്. അവിടെ നിന്നാണ് പിന്നീട് കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി താഴെ ഫ്ലോറിലുള്ള ആകാശിൻ്റെ റൂമിലേക്ക് ഈ കഞ്ചാവ് മാറ്റിയത്. അവിടെ വെച്ച് ഇത് പാക്ക് ചെയ്യുന്നതിനിടയിലാണ് പിടിയിലാകുകയും ചെയ്തത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ അനുരാജ് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു. പിന്നീട് ഈ റെയ്ഡിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അനുരാജ് അവിടെ നിന്ന് ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഒളിവിൽ മറ്റെങ്ങോട്ടും പോയില്ല. എറണാകുളത്തെ പരിസര പ്രദേശങ്ങളാണ് ഉണ്ടായത്. ഇയാളുടെ ഫോണടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനുരാജിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ബാക്കി നടപടിയിലേക്ക് പോകും. ഈ പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം പിടിയിലായത് ആകാശാണ്. ആകാശിൻ്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു. അതിനുശേഷം ആകാശിന് ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് അത് ആഷിഖ്, അതോടൊപ്പം തന്നെ ഷാലിഖ്, ഇവർ 2 പേരുമാണ്. പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെന്ന് വിശേഷിപ്പിക്കാവുന്ന അനുരാജിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു, കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇനി ഈ അനുരാജിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അടക്കം എത്തിയിട്ടുള്ള പൈസ അത് പരിശോധിക്കും. ആരെല്ലാമാണ് അയച്ചു നൽകിയെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അത് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റുകൾ, വിദ്യാർത്ഥികളുടെ അറസ്റ്റിലേക്ക് പോകുന്ന കാര്യത്തിലൊക്കെ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. ഇനി ഈ കേസിൽ ഏറ്റവും പ്രധാനമായി പിടിയിലാകാനുള്ളത് ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയിട്ടുള്ള ഇതര സംസ്ഥാനക്കാരനാണ്. സുഹൈൽ എന്നൊരു പേരാണ് ഷാലിക്ക് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അയാളെ തേടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഉടൻ പിടിയിലാകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അനുജ. വിഷ്ണു, ഈ വിൽക്കാനുള്ള സാധന സാമഗ്രികൾ കൂടി ഇന്നലെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടേക്കൊക്കെ ഇവർ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതിൽ പരിശോധന നടക്കുന്നുണ്ട്. കളമശ്ശേരി പ്രദേശത്തൊക്കെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മേഖല കൂടിയാണ്. അപ്പോൾ അതിലൊക്കെ ഇയാളൊരു കണ്ണിയാണ് എന്നുള്ളത് വ്യക്തമല്ലേ? അനുജ, ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റല് കളമശ്ശേരിയിലെ പ്രധാനപ്പെട്ട കഞ്ചാവ് വിപണന കേന്ദ്രമാണെന്നതിൽ പോലീസിനൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ഈ കഞ്ചാവ് അവിടെ എത്തിച്ച് അവിടെ നിന്ന് പാക്ക് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് ആഷിക്ക് വിതരണം നടത്തുന്നതായിരുന്നു അവിടുത്തെ രീതി. കാരണം ആ ഹോസ്റ്റലിൽ പോലീസ് പരിശോധന ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആത്മവിശ്വാസം. പ്രത്യേകിച്ച് പോലീസും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഒരല്പം ശ്രമകരമാണ്. സെക്യൂരിറ്റി ഇതൊക്കെ വേണം, ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക. അതുകൊണ്ട് പോലീസൊന്നും ഒരു കാലത്തും എത്തില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് വലിയ എമൗണ്ട്, അതായത് 2-3 കിലോയൊക്കെ കഞ്ചാവ് ഈ ആളുകളിൽ നിന്ന് വാങ്ങി ആ ഹോസ്റ്റൽ മുറിയിൽ ഏതെങ്കിലും മുറിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് പാക്ക് ചെയ്ത് പുറത്തേക്ക് വിപണനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണയും അതിനുള്ളൊരു ശ്രമം തന്നെ ഉണ്ടായിരുന്നു. അതായത് കോളേജ് ഹോസ്റ്റലിലും കോളേജിലും വിപണനം നടത്തിയ ശേഷം അതിന് ശേഷം ഈ കളമശ്ശേരിയിലടക്കം വിപണനം നടത്താനുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. 4 കിലോയോളം കഞ്ചാവ് എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2 കിലോ കഞ്ചാവ് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്.
ബാക്കി 2 കിലോ കഞ്ചാവ് ഈ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ സ്പോട്ടിൽ തന്നെ അവർക്ക് മാറ്റാനായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ 2 കിലോ കഞ്ചാവ് തേടിയുള്ള അന്വേഷണവും ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. ഈ ഹോസ്റ്റൽ, അതായത് ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റല്, കളമശ്ശേരി നഗരഹൃദയത്തിലിരിക്കുന്ന ഒരു ഹോസ്റ്റല് ഈ പ്രദേശത്തെ ഒരു കഞ്ചാവ് വിപണന കേന്ദ്രമായി മാറി എന്നുള്ളത് ഞെട്ടിക്കുന്നവരുമാണ്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടെ ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച ഘട്ടത്തിൽ മാത്രമാണ് ആ വിവരം പുറത്തു വന്നതെങ്കിൽ പോലും അതിനു മുൻപ് വളരെ സുലഭമായി അവിടെ നിന്ന് ഈ കഞ്ചാവ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു, വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ചെയിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതിൽ പോലീസിനോട് തർക്കവുമില്ല. പക്ഷേ അതിലേക്ക് അറസ്റ്റിലേക്ക് നയിക്കുന്ന ഘട്ടത്തിലുള്ള തെളിവുകളൊക്കെ വേണം. ഇപ്പോൾ ഈ അനുരാജിൻ്റെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അയാളിൽ നിന്ന് പണം ഇപ്പോൾ ഇയാളെ പരിശോധനകൾക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷമുള്ള അടുത്ത നടപടിക്രമം എങ്ങനെയാണ് വിഷ്ണു? അതുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അയാളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതിനുശേഷം വിശദമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ലഹരി ചെയിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക ഈ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട്. ഒപ്പം വേറെ എവിടെയെങ്കിലും ഈ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. മറ്റാർക്കൊക്കെ കഞ്ചാവ് വിറ്റിട്ടുണ്ട് എന്ന് അന്വേഷിക്കും. അങ്ങനെ സമഗ്രമായൊരു അന്വേഷണം ഈ അനുരാജിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകും. കൊല്ലം സ്വദേശിയാണ്, പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള അനുരാജ്. ശരി, കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിലാണ് മുഖ്യപ്രതി അനുരാജ് പോലീസ് പിടിയിലായത്. 3ാം വർഷ വിദ്യാർത്ഥി, കൊല്ലം സ്വദേശിയാണ് അനുരാജ്. ഇയാളെ കൂടിയത് എറണാകുളത്ത് നിന്ന് തന്നെയാണ്. ഇയാളുടെ ഫോൺ ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇന്ന് അല്പസമയം മുൻപ് അയാളെ പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ ആരോഗ്യ പരിശോധനകൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു. 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അതിനുശേഷം നടപടികളിലേക്ക് പോലീസ് കടക്കും.